പറയുന്ന വിഷയത്തിലും അതുപോലെയുള്ള മുഴുവൻ കാര്യങ്ങളിലും നമ്മൾ ഈ രൂപത്തിൽ അമൽ ചെയ്യണം. എന്താണ്? പ്രമാണമുണ്ടായാൽ നിങ്ങൾ അത് സ്വീകരിക്കണം എന്ന് ഇമാം ഷാഫി പറഞ്ഞു. അത് ഷാഫി മദ്ഹബാണ്. ആ ഷാഫി മദ്ഹബ് തന്നെ ആ മുജാഹിദുകളും സ്വീകരിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും സമന്മാരാണ്. ഇമാം ഷാഫി അസ്വലാത്തു ഖൈറുൻ മിനൻ നൗം പറയരുത് എന്ന് പറഞ്ഞിട്ടും മുജാഹിദുകൾ പറഞ്ഞു, അവരോടുകൂടെ സമസ്തക്കാരും പറഞ്ഞു. ഈ വിഷയത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ ഷാഫി ഇമാമിനെ മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ പിന്നെ കുനൂത്തിന്റെ കാര്യത്തിൽ സുബീക്ക് കുനൂത്ത് ഓതാതിരിക്കുമ്പോൾ വഹാബിയാണ്, ഇമാം ഷാഫിയെക്കാണ് കിതാബ് ഇരിയടാൻ ഇറക്കി എന്ന് ചോദിച്ച ആളകുന്ന ആളുകളുണ്ട്. അവിടെയും സഹോദരന്മാരെ ഈ നയം സ്വീകരിച്ചുകൂടെ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുനൂത്തിന്റെ കാര്യത്തിലുള്ള ഹദീസ് ദുർബലമാണ് എന്ന് കൃത്യമായി ബോധ്യമായപ്പോൾ അത് വേണ്ടെന്ന് മുജാഹിദുകൾ പറഞ്ഞു. ഇനി അതൊന്നുമില്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമനായ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ അത് ഇല്ല എന്നെങ്കിലും ഒന്ന് അംഗീകരിച്ചുകൂടെ? അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇമാം ഷാഫിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ മദ്ഹബ് അന്ധമായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നമസ്കരിക്കുമെന്ന് ചോദിക്കുന്നവരോട്, നിങ്ങൾ ഇമാമിനെ അന്ധമായി അനുകരിച്ചാൽ എങ്ങനെ ആമീൻ ഉറക്കെ പറയും? എങ്ങനെ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം പറയും? എങ്ങനെ നിങ്ങൾ ആദ്യത്തെ തഹയ്യാത്തിൽ നിന്ന് ഉയരുമ്പോ കൈ ഉയർത്തും? അതുപോലെ 100 കാര്യങ്ങൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുള്ള സമസ്തയുടെ ആളുകൾ തള്ളിക്കളയുന്നു. ആ തള്ളയിൽ നടക്കുമ്പോൾ മുജാഹിദുകളെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. മുജാഹിദുകൾ ഈ നയം തന്നെയാണ് സ്വീകരിച്ചത്. ഇവിടെ എന്താണോ ഇത് മാറ്റിവെക്കാൻ കാരണം അത് തന്നെയാണ് ഖുനൂത്തിന്റെ കാര്യത്തിലും അതുപോലെയുള്ള മറ്റു മുജാഹിദുകളും സുന്നികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന കർമ്മ കാര്യങ്ങളിൽ ഇമാം ഷാഫി പറഞ്ഞതിന് ഏതാനും കാര്യങ്ങൾ മാത്രമല്ല, ഇമാം ഷാഫി പറഞ്ഞ കാര്യങ്ങൾക്ക് സമസ്തയുടെ ആളുകൾ അംഗീകാരം നൽകുന്നതും മുജാഹിദുകൾ അംഗീകാരം നൽകുന്നതും ഒരു ലീസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ കൂടുതലും മുജാഹിദുകളായിരിക്കും ഇമാം ഷാഫിയെ അനുകരിക്കുന്നത്. വെറുതെ പറയുകയല്ല, ഞാൻ പറയട്ടെ. വെള്ളിയാഴ്ച ജുമഅക്ക് 2 ബാങ്ക് കൊടുക്കും സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന്. മുജാഹിദ് പള്ളിയിൽ നിന്ന് 1 ബാങ്കാ കൊടുക്കുക. എന്താ കാരണം? മുജാഹിദുകൾ പറയുന്നത് എന്താണ്? അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. ശരി, എന്നാൽ ഇമാം ഷാഫി പറഞ്ഞതുകൊണ്ടാണോ നമ്മുടെ സമസ്തക്കാർ 2 ബാങ്ക് കൊടുക്കുന്നത്? ഇമാം ഷാഫി പറയുന്നു, അന്നല്ലദാന കാന അവ്വലഹൂലിൽ ജുമഅത്തി ഹീന യജ്ലിസുൽ ഇമാമു അലൽ മിൻബരി അലാ അഹ്ദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇമാം മിമ്പറിൽ കയറി ഇരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. ചില ആളുകൾ പറയാറുണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പാക്കിയതാണ് എന്ന് പറയാറുണ്ട്. എന്നിട്ട് ഇമാം ഷാഫി പറയുന്നു അത് ശരിയല്ല. അതാ റളിയല്ലാഹു അൻഹു പറയുന്നു അത് മുആവിയയുടെ കാലത്താണ് ഉണ്ടാക്കിയത് എന്ന്. എന്നിട്ട് ഇമാം ഷാഫി പറയുന്നു ഫല്ലംറുല്ലദീ അലാ അഹ്ദി റസൂലില്ലാഹി അഹബ്ബു ഇലയ്യ. എന്തൊക്കെ തന്നെയായാലും റസൂലുള്ളാഹിന്റെ കാലത്ത് 1 ബാങ്കാണുള്ളത്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫി അന്ധമായി അനുകരിക്കാത്ത വഹാബികളെ, നിങ്ങൾ മുജാഹിദുകളായി മുജ്തഹിദുകളായി നടക്കുന്ന വഹാബികളെ, നിങ്ങൾ എങ്ങനെ നമസ്കരിക്കും? നിങ്ങൾ എങ്ങനെ ജുമാ നടത്തും? നിങ്ങൾ എങ്ങനെ ഒളുവെടുക്കും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഇമാം ഷാഫിയുടെ ഈ ഉമ്മിന്റെ 1-ാം വാല്യത്തിൽ 173-ാം പേജിലെ ഈ ഉദ്ധരണിയെ പുറങ്കാലുകൊണ്ട് തട്ടിക്കൊണ്ട് എങ്ങനെയാണ് സമസ്തയുടെ വാഹകരായ ആളുകളെ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് 2 ബാങ്ക് കൊടുക്കുന്നത്? അപ്പൊ പറയും ഹദീസിൽ എങ്ങനെയുണ്ട്? ഹദീസ് എടുക്കാൻ പാടില്ലോ? അത് മുജാഹിദുകളെ പണിയല്ലേ? ആയത്തിലുണ്ട് ഹദീസിലുണ്ട് ഇത് പറയാൻ പാടുണ്ടോ? ഇല്ല. മുജാഹിദുകളും മുജ്തഹിദുകളാണ്, അവര് പറഞ്ഞോട്ടെ. നമ്മൾ ഇമാം ഷാഫി പറഞ്ഞോടത്താണല്ലോ നിൽക്കുന്നത്. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കാലത്ത് 1 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1 കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുജാഹിദ് പള്ളിയിൽ അത് നടക്കുന്നു. സമസ്തക്കാരുടെ പള്ളിയിൽ ഏതടിസ്ഥാനത്തിലാണ് ഈ 2 ബാങ്ക് കൊടുക്കുന്നത്? ഹദീസ് സ്വീകരിച്ചാൽ കാഫിറാകും ഇൻഷാ അല്ലാഹ്. പിന്നീട് ഞാൻ പറയാം അവരുടെ വാദമത. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമതായി ഇമാം ഷാഫി ജാറം കെട്ടുന്ന കാര്യത്തിൽ എന്ത് നയമാണ് സ്വീകരിച്ചത്? മുജാഹിദുകൾ പറയുന്നു ജാറം കെട്ടാൻ പാടില്ല, അത് ബഹുദൈവാരാധനയാണ്, അപകടമാണ്. മുജാഹിദുകൾ പറയും. എന്നാൽ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോ അവര് ജാറം കെട്ടുന്നു. അപ്പൊ ആളുകളുടെ ധാരണ ഇതൊക്കെ ഷാഫി ഇമാം പറഞ്ഞു കൊടുത്തതാണല്ലോ. ഷാഫി ഇമാം പറഞ്ഞു കൊടുത്തതാണ് ജാറം കെട്ടാൻ. എന്നാൽ ഇമാം ഷാഫി എന്ന് പറഞ്ഞു? അദ്ദേഹം പറയുന്നു ഇന്നമാ ഉഹിബ്ബു അൻ യുസ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹു. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഖബർ ഭൂമിയിൽ നിന്ന് 1 ചാൺ ഉയർത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വഉഹിബ്ബു അല്ലാ യുബ്നാ വലാ യുജസ്സസ. അത് കുമ്മായമിടുന്നതും അത് കെട്ടിപ്പൊക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
വഹിബ്ബു അല്ലാ യുബ്ന, അത് എടുക്കാതിരിക്കലിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, കെട്ടിപ്പൊക്കാൻ പാടില്ല. വലമ്മറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസ, അൻസാരികളുടെയും മുഹാജിറുകളുടെയും കബറുകൾ കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാൻ തുബ്നൽ ഖുബൂർ, റസൂലുള്ള ജാറം കെട്ടിപ്പൊക്കുന്നതിനെ തടഞ്ഞിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. വഖദ് റഅയ്തു മിനൽ വുനാതി മൻ യഹ്ദിമു ബിമക്ക മാ യുബ്നാ ഫീഹാ, മക്കയിലെ ഭരണാധികാരികൾ അവിടെ കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ തല്ലി തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫലം മറൽ ഫുഖഹാ യഈബൂന ദാലിക, ഒരൊറ്റ പണ്ഡിതനും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ കോലത്തിൽ ഇമാം ഷാഫി പറഞ്ഞിട്ട് ഞങ്ങളുടെ ഷാഫി ഇമാമിന്റെ വാക്കാണ്, മൂപ്പരെ തക്ലീദ് ചെയ്ത് പോവുകയാണ് ഞങ്ങൾക്ക് ഇമാം ഷാഫി ഉണ്ട് എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ നാളെ മഹ്ശറിൽ വന്ന് എന്തായിരിക്കും അവസ്ഥ അറിയോ? ആ ഷാഫി മതബാരൊക്കെ എണീറ്റാട്ടെ സ്വർഗത്തിക്കാൻ പോയിക്കാത്ത ഇവരുടെ വാക്ക് കേട്ട ആ രൂപത്തിൽ അള്ളാന്റെ ഒരു ഡയലോഗ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഞങ്ങളൊക്കെ ഷാഫിയാക്കളാണ്, ഞങ്ങളൊക്കെ ആർക്കാ ഒക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ഓരോരുത്തരോട് നീ ഷാഫി മത പ്രകാരം എന്തൊക്കെ ഷാഫിമാ പറഞ്ഞു? ഷാഫിമാൻ ജാറം കെട്ടിപ്പൊക്കി വലിയൊരാളത് ഉയരത്തിലുള്ള നിലവിളക്കൊക്കെ കത്തിച്ച് തിരിയൊക്കെ വെച്ചിട്ട് അവിടെ കത്തിക്കാനും പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് അവരെ തലയിൽ കൂടെ കൊടി ഉയ്യാനും ജാറത്തിൽ സുജൂദ് ചെയ്യാനും അവിടെ കിടക്കാനും എന്തൊക്കെ അവിടെ മണ്ണ് തിന്നാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ഷാഫി എന്ന് പറയുമ്പോൾ ഇമാം ഷാഫിന്റെ അവസ്ഥ എന്തായിരിക്കും? കോഴിക്ക് താറാവിന്റെ മുട്ട വെച്ച് കൊടുത്ത മാറിയിട്ടാവും. കോഴിക്ക് താറാവിന്റെ മുട്ട വെച്ച് കൊടുത്താൽ അതിറ്റിനെയും കൊണ്ട് പോകും കോഴി. എന്നിട്ട് വല്ല കുളത്തിന്റെയും പക്കത്ത് എത്തുമ്പോ കോഴിക്ക് കാര്യം തിരിയും. അതുവരെ കോഴിക്ക് താറാവും കുട്ടികളോടായിരിക്കും താല്പര്യം. എന്താ? കോഴിന്റെ ഒറിജിനൽ കുട്ടികൾ ഇങ്ങനെ എല്ലും കോലും ഒക്കെ ആയിക്കൊണ്ട് ശരീരമൊന്നും ഇല്ലാത്ത കോലത്തിൽ, താറാവിന്റെ കുട്ടികൾ നല്ല ഏൽക്കാനുള്ള കുട്ടികളായിരിക്കും. അപ്പൊ കോഴി ഇവറ്റക്ക് എന്ത് കൊടുത്താലും ഇതിങ്ങനെ കർക്കിടക്കൂരുവല് മറ്റത് കണ്ടോ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ. അവസാനം ഒരു കുളത്തിന്റെ വക്കത്തിൽ കൂടെ കോഴിയും കുട്ടികളും പോകുമ്പോ താറാവിന്റെ കുട്ടികൾ വെള്ളത്തിലിറങ്ങിയാണ് നീന്തുമ്പോ കോഴി പറയും സുഹാര ജല്ല ജലാലു ഇതൊന്നും നിന്റെ കുട്ടികളല്ല മക്കളെ എങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ ആ പീക്കിലിയാലെയും കൊണ്ട് പോയിയാണ് പോകും. എന്നതുപോലെ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഹശ്റിന്റെ മൈതാനിയിൽ വരുമ്പോൾ ഈ ശിർക്കിന്റെ വാഹകരായ ആളുകളെ അടുപ്പിക്കില്ല എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല. കിതാബ് തിരിയുന്ന ഇമാം ഷാഫിയുടെ തിരിയുന്ന അറബി വായിക്കാൻ അറിയുന്ന പള്ളി ദർസിൽ നിന്ന് ഇവിടെയുള്ള നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ സാധാരണക്കാർ ചെലവ് നൽകി ഓതിപ്പടിച്ച മുത്തഅല്ലിമുകൾക്ക് അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇമാം ഷാഫിയുടെ എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം കാണാൻ കഴിയും.